ഇത് മാനുവൽ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ആദ്യ ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. നമുക്ക് അറിയാം, പൂമരത്തിന് ശേഷം കാളിദാസ് അഭിനയിക്കുന്ന ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യനായികയാണ് ഐശ്വര്യയും കൂടി ചേർന്നിട്ടുള്ള ചിത്രമാണ്. പിന്നെ ഒരു പിടി പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അളു രാമേന്ദ്രന്റെ ഓഡിയോ ലോഞ്ചിന്റെ സൂപ്പർ സ്റ്റാർ ഷാൻകെ ആണെങ്കിൽ ഇതിന്റെ സൂപ്പർ സ്റ്റാർ ഗോപീസ് ഉണ്ടാണ്. ഗോപി ചേട്ടനെയും അതുപോലെ തന്നെ സിനിമയുടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് ചിത്രത്തിന്റെയും വരികൾ എഴുതിയിരിക്കുന്നത് ഹരിനാരായണനാണ്. ഹരിനാരായണനെയും ഒപ്പം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും വലിയ നമസ്കാരം. ഇപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ ബ്രദറുമായിട്ടുള്ള ആഷിഖിൻ്റെ 2 സിനിമകളുടെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് 2 സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഒരു ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ്. ഷാൻ ഹാപ്പി ടു ബി എന്താ പറയുക, നമ്മളെല്ലാം ഒരുമിച്ച് ഒരു പ്രൊഡ്യൂസറിനോട് വർക്ക് ചെയ്യണം. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ 2-3 പാട്ടുകളുണ്ട്. ഇനിയും പാട്ടുകൾ കൂടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇനി പാട്ടുകളുടെ എണ്ണം കൂടുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഷാൻ പറഞ്ഞ പോലെ അണ്ണാ മാസ് ഇത് തന്നെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറെ കാലമായിട്ട്. കാര്യം മാസിന്റെ കയ്യിലാണ് നമ്മുടെ സിനിമ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും പക്ക മാസം തന്നെയാണ്. മാക്സിമം എനിക്കുണ്ടാവുന്നതിൽ ഞാനും മാസമാകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും ഷാരൊക്കെ ചവിട്ടിപ്പിടിച്ച് മാസമായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം ഈ ഒരു സിനിമയ്ക്ക്. പിന്നെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യം, ഹരിനാരായണൻ എന്നുള്ള അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും സുഹൃത്തായിക്കൊണ്ടിരിക്കുകയാണ്. വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനറേഷൻ്റെ ഇനീഷ്യേറ്റീവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ലിറിസിസ്റ്റാണ്. പിന്നെ ഒരുപാട് സന്തോഷം, എല്ലാവരും ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ. പാവമാണ് അദ്ദേഹം. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആരംഭോഗി നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം. 25-ാം തീയതി, നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് റിലീസ് ചെയ്യാം. പക്ഷേ ഈ 25-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന പ്രണവിൻ്റെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അദ്ദേഹത്തിനടുത്ത് ഞാൻ എന്തോരം റീല് കൊടുക്കാം, ഇന്ന് രാത്രി ആകുമ്പോഴേക്കും ഡീറ്റെയിൽസിന് അയക്കും എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ട് ഞെട്ടിയിരിക്കും. ഞാൻ ആരോടും പറയാതെ സ്റ്റുഡിയോന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാണ്. കണ്ടില്ല, ഷർട്ടൊക്കെ ഇത്തിരി ചുളിഞ്ഞായിരിക്കുന്നത്. ഇന്നലെ ഇട്ട ഷർട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അത് അത്രയും പോലും ശ്രദ്ധിക്കാതെ കിട്ടിയ ഡ്രസ്സ് ഇട്ട് ഓടി വന്നതാണ്. ഒന്ന് വിചാരിക്കാതെ ഞാൻ തിരിച്ചു പോയി. നമുക്ക് പണിയൊക്കെ ഒതുക്കി തരാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഈവനിങ് ആഷിഖ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ആദ്യം നടക്കുന്ന 21-ാം നൂറ്റാണ്ടിന് ആശംസകൾ. പിന്നെ അതോടൊപ്പം മാമോദിസയും ഒപ്പം ബിലഹരിയുടെയും ആഷിഖിൻ്റെയും ചാക്കോച്ചൻ്റെയൊക്കെ അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും സ്വപ്നമായ പ്രയത്നമായ എല്ലാവരുടെയും ആശംസകൾ. പിന്നെ അർജന്റീനയിലേക്ക് വരും. അർജന്റീനയ്ക്ക് 1-2 പ്രത്യേകതകളുണ്ട്. സാധാരണ ഇവിടെ ഞാനിങ്ങനെ ഒരു ഡയറക്ടറായിട്ട് ഒരു ഓഡിയോ ലോഞ്ചിന് കയറി നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ സാധാരണ കഴിഞ്ഞ എല്ലാ സിനിമകളിലും ഷാൻ റഹ്മാനാണ്. ഇപ്രാവശ്യം ഷാൻ റഹ്മാൻ താഴെയും ഗോപിച്ചേട്ടൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കുന്നത് പോലെ അജു വർഗീസും സണ്ണി വെയിനും സൈജു കുറുപ്പും ഇല്ലാതെ ഒരു സിനിമ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. അപ്പോൾ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ ഒരു 30ഓളം ഈ കാണുന്ന 2 ആളുകളെയും പിന്നെ നമ്മുടെ തീവണ്ടിയിലെ സഫർ അനീഷ് അലോട്ടൂത്തിനെ മാത്രമേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുള്ളൂ. ഒരു 30ഓളം പുതിയ ആളുകൾ നമ്മൾ സെൻട്രൽ ക്യാരക്ടേഴ്സിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. അപ്പം ഇതിന്റെ കഥ എന്ന് പറയുന്നത് അശോകൻ ചെരുവിലാണ്. മലയാളത്തിലെ വൺ ഓഫ് ദ സീനിയർ റൈറ്റേഴ്സാണ്, ചെറുകഥാകൃത്താണ്. അപ്പം അദ്ദേഹത്തിന്റെ ചെറുകഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണിത്. ബാക്കി ടെക്നിക്കൽ മൂവിനെയൊക്കെ നമുക്ക് പോസ്റ്ററിലുണ്ട്. പിന്നെ ആട് 1-ന്റെ ഓഡിയോ ലോഞ്ച് വിജയ് ബാബു ചേട്ടൻ നിർമ്മിച്ച്
അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് പോകുമ്പോൾ മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ എനിക്ക് എന്താ പറയണമെന്നല്ല, നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ ഓഡിയോ ലോഞ്ചിന് കാര്യം എടുക്കുന്നു. അപ്പോൾ അന്ന് സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഷാർഖ് എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു പ്രസംഗത്തിനിടയ്ക്ക്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. എടാ, ഒരു ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സംഗീത സംവിധായകനെ പറ്റി ഒരു വാക്ക് പോലും പറയാത്ത മലയാള സിനിമയിൽ ആദ്യത്തെ ഡയറക്ടർ നീ ആയിരിക്കണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ആട് ചക്ക ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ് തള്ളി കൊണ്ടത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് അടുത്തൊരു വേദി കിട്ടുമ്പോൾ ഞാൻ തെറ്റിക്കുന്നില്ല. ഗോപി ചേട്ടൻ ഈസ് മൈ മ്യൂസിക് ഡയറക്ടർ. ഓ, പിന്നെ വരികൾ എഴുതിയ ഹരി, അത് ചൂടെടുക്കേണ്ട എപ്പിസോഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് പറയൂ, വരികൾ എഴുതിയ ഹരി. അതുപോലെ വരികൾ എഴുതിയ ഹരിയുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളൊരു പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് ആയിട്ടില്ല. നമ്മുടെ തട്ടുദോശ പോലെ ഇങ്ങനെ ചൂടപ്പം പോലെ ആഷിക്കുന്ന തോന്നുന്ന പ്രകാരം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പാട്ടിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിജയ് ചേട്ടനെ കൊണ്ടൊരു പാട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ശ്രീ വിജയ് സാസാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഒരു മെലഡിയാണ്. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് സിറ്റുവേഷൻ അല്ലാത്തൊരു പ്രണയഗാനം സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രണയം എഴുതിയിട്ടുള്ളത് ചൂട് സംവിധാനം ചെയ്ത ഓം ശാന്തി ഓശാനിയാണ്. അന്ന് ചൂട് ക്യാമറ വെച്ചത് എങ്ങനെയാണെന്ന് ഒളിച്ചെന്നെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോപിയേട്ടൻ്റെ പാട്ടിനോട്, ഹരിയുടെ വരികളോട്, വിജയ് ചേട്ടൻ്റെ ശബ്ദത്തോടൊക്കെ നീതി പുലർത്തുന്ന രീതിയിൽ വിഷ്വൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് പറയുക. അപ്പോൾ പടം മാർച്ച് 1 തിയേറ്ററിലെത്തും. അപ്പോൾ എല്ലാവരും കാണണം. ഒരു കൂട്ടം ആളുകളുടെ എല്ലാ സിനിമയും പോലെ ഒരു കൂട്ടം ആളുകളുടെ സമമൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കൂട്ടം പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ എ വെരി വണ്ടർഫുൾ ഈവനിങ്. ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവിലെ എല്ലാ താരങ്ങളെയും അതുപോലെ തന്നെ ടെക്നീഷ്യൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ആർട്ടിസ്റ്റുകൾ, പുതിയ മുഖങ്ങൾ വന്നിരിക്കുന്നവർക്കൊന്ന് വേദിയിലേക്ക് ഒരു കരിക്കുകളുണ്ടോ? നമ്മുടെ പ്രിയങ്കരായ കരിക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവര് കരിക്ക്, അവരും അടുത്ത കരിക്ക്. എവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കാട്ടൂർക്കടവിൽ നിന്നും? കയറി വരും. വാ, എല്ലാം ബ്ലൂടൂത്ത് വരും. നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിന്നുള്ള ആളുകൾ വരിക. എൻ്റെ സഹനിർമ്മാതാവ് മിസ്റ്റർ രണദീപ്, ക്യാമറാമാൻ. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിനെ പെട്ടെന്ന് ഒറ്റയടിക്കില്ല കാണുന്ന രീതിയിൽ. ഇതൊക്കെയാണോ നമ്മുടെ പുതിയ ആളുകൾ? കണ്ടിട്ടുള്ള മുഖങ്ങൾ കുറവായിരിക്കാം. രേണു ലേറ്റ് ആയിട്ടൊരു അതിഥി എത്തിയിട്ടുണ്ട്. ആളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോജോ ചേട്ടൻ വരൂ. ഞാൻ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോസഫിന് ഒരു ഗംഭീര ഗൈഡ് കൊടുത്തുകൊണ്ട് നല്ലൊരു ഗൈഡ് കൊടുക്കാം. നായകനായ ചിത്രമാണ് ജോസഫ്. അത് നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നു. ഇത് ആള് അർജന്റീന ഫാൻസിന്റെ കഥതൊട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടാം. തക്കാലം ടീം അർജന്റീന ഫാൻസ്. എവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ടെക്നിക്കൽ ക്രൂ ആരെങ്കിലും? എഡിറ്റർ ലിജോ പോൾ. ടെക്നിക്കൽ ക്രൂ ഞാൻ പേര് വിളിക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ. അരുൺ ബഞ്ചാറോട്. അപ്പൊ ഇതാണ് ടീം അർജന്റീന എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും മാർച്ച് 1 വരികയാണ്. എല്ലാവരും സിനിമ കാണും, അഭിപ്രായങ്ങൾ നിർബന്ധമായും പറയണം. അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവിന്റെ ഓഡിയോ ലോഞ്ച് നിർവഹിക്കാൻ നമ്മുടെ എല്ലാം സ്വന്തം ചാക്കോച്ചനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോജോ ചേട്ടനും ചാക്കോച്ചനും കൂടി ഇതിന്റെ ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നതായിരിക്കും. അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവിന് നല്ലൊരു കൈയടി കൊടുക്കാം.
ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിലേക്ക് വരുന്ന ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും സ്വീകരണമൊക്കെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ജോസഫിന് വേണ്ടിയിട്ട് പേരിൽ കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ആഷിഖ് ഉസ്മാനും കണ്ണനും നമ്മുടെ സെക്കൻഡിലെ മറ്റേ ആടിലൂടെ മിഥുനും എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സന്തോഷം. താങ്ക്സ്. എങ്ങനെയുണ്ടായിരുന്നു അർജന്റീന ഫാൻസ്? അതെ, നല്ലോണം നോക്കി പറയൂ. ഇതിന്റെ നല്ലോണം നോക്കിക്കോളൂ. ഇതൊരു കൊച്ചു പടമാണ്. തീർന്നു, ഇതൊരാളെ തീർന്നു. ഗുഡ് ഈവനിങ്. ഭയങ്കര ഹാപ്പി ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ഹലോ, പാട്ടിപ്പോൾ വരും, കണ്ടിട്ട് നല്ല ടെൻഷൻ സംസാരിക്കണമെന്നാണ് എന്നോട് ഇപ്പോൾ ചോദിച്ചത്. പാട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിപ്പിക്കാം. ഇന്ന് ചാക്കോച്ചിൻ്റെ എന്നുള്ള സിനിമയും അതുപോലെ തന്നെ അർജന്റീന ഫാൻസ് ഓഡിയോ ലോഞ്ച്, രണ്ടിൻ്റെ ഓഡിയോ ലോഞ്ചിന് കറക്റ്റായിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് ഇതിന് കറക്റ്റായിട്ട് എത്താൻ പറ്റിയത്. ഗോപിയുടെ ഐ തിങ്ക് എത്രയോ പാട്ടുകൾ കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പാട്ടുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ടും another beautiful song that he's given me, and മിഥുനും അതുപോലെ തന്നെ very നന്ദി for giving me such a beautiful song. എൻ്റെ കരിയർ 2000 തുടങ്ങുമ്പോൾ 1999 ഓഗസ്റ്റിൽ ഞാൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമ്മർ വെക്കേഷന് വന്നപ്പോൾ ഫസ്റ്റ് റെക്കോർഡിങ് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതത്തിൽ പാടിയത് ഓ മുംബൈ എന്നുള്ള ഗാനം. എൻ്റെ കരിയർ തുടങ്ങുന്നു, ഫിലിം കരിയർ, പ്ലേ ബാക്ക് സിംഗിങ് തുടങ്ങുന്നു. അത് വേറെ ജയറാമായിരുന്നു ആദ്യമായിരുന്നു. സോ അത്രയും ഇപ്പോൾ 19 years കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് 21 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാക്കോച്ചന് പാടി, ഞാൻ പറയുന്നത് അച്ഛന് പാടി, കൊച്ചച്ഛന് പാടി, ഇപ്പോൾ മകന് പാടി. കുറേ ഞങ്ങൾ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ണനെ വിളിക്കുന്ന സ്റ്റേജിൽ സംസാരിക്കുമ്പോഴും ആ ഒരു കാളിനെയാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ടു ബി ഏബിൾ ടു സിംഗ് ഫോർ ഹിം നൗ, ആൻഡ് എന്താ പറയുക, വെരി പ്രൗഡ് മൊമെന്റ് ഫോർ മീ ഓൾസോ. ഒരു കൊച്ചു അനിയന് വേണ്ടി പാടാൻ പറ്റി എന്നുള്ളത്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് മൂവി ഓൾസോ. ഞാൻ ഓൾറെഡി മെസ്സേജ് ചെയ്തു, മീശ മാത്രം വെച്ചിട്ടുള്ള ലുക്ക് വന്നപ്പോഴത്തേക്കും ഫൈനലി കാണാൻ ഒരു ഫുൾ മാസ് ലുക്ക് വന്നു. ഞാൻ ആ പോസ്റ്ററിനെ പറ്റി മിഥുൻ്റെ അടുത്തൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ടാണ് എന്താണ് മിഥുൻ ഇങ്ങനെ ഐ തിങ്ക് എന്തോ സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണനാണ് മെസ്സേജ് ചെയ്തത്, ഇതിൽ പാട്ട് പാടിയത് ഭയങ്കര രസമാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് തന്നെ ഇതിൽ പാടിയിട്ടുണ്ടെന്നുള്ളത്. സോ അപ്പോഴും കൂടുതൽ സന്തോഷമായി. ആൻഡ് താങ്ക്സ് അഗൈൻ വൺസ് അഗൈൻ ഫോർ ദ ഹോൾ ടീം. വേറെ ഒന്നും പറയാനില്ല, അത്രയും മതിയല്ലേ? ഇനി നിങ്ങൾ സംസാരിക്കും. താങ്ക് യു വിജി ചേട്ടൻ, അടിപൊളിയൊരു പാട്ട് തന്നതിന്. ഞാനെപ്പോഴും അപ്പയ്ക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ, എനിക്ക് ഫസ്റ്റ് സോങ് അപ്പയ്ക്ക് വേണ്ടിയാണ് പാടുന്നത്, ഓ മുംബൈ. അപ്പോൾ അന്ന് തൊട്ട് കേൾക്കുന്ന വോയിസാണ്. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഈ ഒരു വോയിസ് ചെയ്യുമോ എന്നിങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. എന്നാലും ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. അതേപോലെ ഗോപിച്ചേട്ടനും ഞാനും ഹോൾസെയിലാന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് മൂന്നാമത്തെ പടം ഇനിയിപ്പോൾ തുടങ്ങാൻ പോകണം. ജിത്തു ജോസഫ് സാറിൻ്റെ മൂവിയും ഗോപിച്ചേട്ടനാണ് ചെയ്തത്. അപ്പോൾ 3 പടമായിരുന്നു. പിന്നെ മിഥുൻ ചേട്ടൻ
ഓക്കെ, ഇതിൻ ചേട്ടൻ ഇപ്പോൾ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഇത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ താങ്ക് യു ദ ഹോൾ ടീം ഫോർ ഗിഫ്റ്റിംഗ് മീ സച്ച് വണ്ടർഫുൾ മെമ്മറീസ്. ആൻഡ് ഐശ്വര്യലക്ഷ്മി ഒരു അടിപൊളി കോസ്റ്റാർ. എന്താ പറയണമെന്ന് അറിയില്ല, നമ്മൾ പൊളിക്കും അല്ലേ. പിന്നെ ഐശ്വര്യലക്ഷ്മി കണ്ടെങ്കിൽ തന്നെ പടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയില്ല. ബാക്കി ഐശ്വര്യലക്ഷ്മി. എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ പാട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പാട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ക്യാരവലിൽ മൾട്ടിപ്പിൾ ടൈംസ് വെച്ച് കേൾക്കുമ്പോഴോ ഒന്നും അത് തോന്നിയിരുന്നത്. പക്ഷെ നിങ്ങളെല്ലാവർക്കും ഇത് കാണാൻ പോകാൻ പറഞ്ഞെങ്കിൽ സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഈ നമ്മുടെ ആദ്യത്തെ സിനിമയുടെ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ കുറച്ച് ഇമോഷണലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ സിനിമയും ഇതിലെ പാട്ടുകളും. ഒരു നാടിൻ്റെ കഥയും അവിടെയുള്ള കുറച്ച് ചെറിയ ഇഷ്ടങ്ങളുടെ കഥയും എന്താണ് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. സ്വാഗതം ചെയ്യുന്നു. ജയരാമേട്ടൻ ആളുടെ രാമേന്ദ്രന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചു. പക്ഷെ അർജന്റീനയുടെ പാട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കണ്ടേ? കണ്ടന്റെ നമസ്കാരം. ഞാൻ ഈ പാട്ട് ഏകദേശം ഒരാഴ്ചക്ക് മുമ്പാണ് കാണുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് പോയതല്ല. ഞാൻ എൻ്റെ സിനിമയുടെ ഡബിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ മുകളിൽ മിഥുൻ എഡിറ്റിങ്ങിലുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഹലോ പറയാൻ വേണ്ടി പോയപ്പോഴാണ് ഈ പാട്ട് കണ്ടത്. ഈ പാട്ട് ഓഡിയോ കേട്ടപ്പോൾ മുതൽ ഞാൻ ഗോപി സുന്ദറിനെ വിളിക്കണം പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ സ്വിച്ച് ഓഫിലായിരുന്നു, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അത്ര മനോഹരമായ ഒരു പാട്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മിഥുനോട് പറഞ്ഞത്, ഇതിൻ്റെ വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സത്യനന്ദിക്കാടൻ്റെ ഒരുപാട് സിനിമകളിൽ ഇതേപോലെയുള്ള വിഷ്വൽസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പാടവും ട്രാക്ടറും സൈക്കിളും വിറകേറ്റി പോകുന്ന സൈക്കിളും, അങ്ങനെ ഇതിൽ കണ്ടിട്ടുള്ള വിഷ്വൽസ് എല്ലാം തന്നെ ഒരു പക്ഷേ മഴവിൽക്കാവടി പോലത്തെ സിനിമകളിൽ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ച പോലെ എനിക്ക് തോന്നിയ വിഷ്വൽസ് ആയാലും ബാക്കിയായാലും എന്തായാലും വളരെ ഒരു മനോഹരമായിട്ടുള്ള സോങ്ങാണ്. കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് കണ്ണൻ അഭിനയിച്ചുകൊണ്ടല്ല, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇടുമോ ചോദിച്ചിട്ട് ഒരു 5 പ്രാവശ്യമായപ്പോൾ മിഥുൻ മാനുവലിന്റെ മുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഒന്ന് എഡിറ്റ് പോടോ കുറെ നേരമായിട്ട് മനുഷ്യരെ ഇത് നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തോന്നി. എന്തായാലും ഇത്രയും നല്ല ഒരു പാട്ടൊക്കെ തുടക്കകാലത്ത് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എന്തായാലും ഓൾ ടീമിന് ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. പോവാറായിട്ടില്ലേ? അവിടെ വന്നോളൂ. ഒരാൾക്ക് അവിടെ നിന്ന് പോവാറായിട്ടില്ല എന്ന് പറഞ്ഞു. പാട്ടുകാരനെ കിട്ടിയിട്ട് പാടിപ്പിക്കാതെ വിടാൻ പറ്റുമോ? എവിടെ വായിക്കും? കുറെ നാളായി പാട്ട് കേട്ടിട്ട്. പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പാടിപ്പിച്ചു വിടുന്നു തീരുമാനിച്ചത്. കുറെ നാളായി പാട്ട് കേട്ടിട്ട്. ഇപ്പൊ കേട്ടപ്പോഴാണോ ഒന്ന് ഓർമ്മ ജസ്റ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ്. സോ ഗോപി. ഹേ മധുചന്ദ്രികെ നീ വിരൽത്തുമ്പിന നെഞ്ചിനുള്ളിലൊന്ന് തൊട്ടു, വാർമണിത്തെന്നലെ നിൻ മൃദുമന്ത്രണം കാതിൽ വന്നൊരുമ തന്നു, 1000 താരമായോർമയിൽ ആരൊരാൾ പിന്നെയും വന്നു താനേ. താങ്ക് യു. താങ്ക് യു once again. അതിനുശേഷം നമുക്ക് ഒരു തവണയും കൂടി അർജന്റീനയിലെ പാട്ട് കാണാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഔപചാരികമായി വൈൻഡപ്പ് ചെയ്യാണ്. ചിന്തകൾ നന്നായ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആഴ്ചക്ക് സംസാരിക്കില്ല എന്ന് പറയുന്നു. ഒരു താങ്ക്സ് പറയും. സംസാരിച്ചാൽ കുളമാവും, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഒരുപാട് സന്തോഷം.
ചാക്കോച്ചനായിട്ട് മൂന്നാമത്തെ സിനിമയാണ് അള്ളരാമേന്ദ്രൻ. ജയറാമേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും ജയറാമേട്ടനും പണ്ട് മിമിക്രി ഒരുമിച്ച് ചെയ്ത് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ജയറാമേട്ടൻ ഒരു സിനിമയിൽ ഐഷുമാൻ ബാബ എന്നൊരു സിനിമയിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒന്ന് അഭിനയിച്ചു പോയി. പിന്നെ മനസ്സിലായി അഭിനയം അത്ര പറ്റില്ല എന്നുള്ള പരിപാടി. അപ്പോൾ ഒരുപാട് സന്തോഷം, കാരണം ജയറാമേട്ടന് മകനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി അള്ളരാമേന്ദ്രൻ റിലീസ് ചെയ്യും. സെൻട്രൽ പിക്ചേഴ്സാണ് റിലീസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ. താങ്ക് യു. അർജന്റീനയെ കുറിച്ച് നേരത്തെ പറയാൻ പറ്റിയില്ല. എന്തായാലും അള്ളരാമേന്ദ്രൻ ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു മിഥുൻ ചേട്ടൻ. മിഥുൻ ചേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ വരാൻ പോവുകയാണ്. അതുപോലെ ചെറുപ്പത്തിലെ തൊട്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ജയറാമേട്ടൻ, പിന്നെ കാളിദാസ്, ഐശ്വര്യലക്ഷ്മി, അങ്ങനെ എല്ലാവരും ചേർന്നൊരുങ്ങുന്ന ആഷിഖേട്ടൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സിനിമ. ഇതിൻ്റെ എഴുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന, ഇതിൻ്റെ സ്റ്റോറി ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഈ പാട്ട് കണ്ടപ്പോൾ തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ എല്ലാവരും എല്ലാ സിനിമകളും ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പോൾ ജയറാമേട്ടൻ്റെ ലോനപ്പൻ്റെ മാമോദീസ, പിന്നെ 21-ാം നൂറ്റാണ്ട്, അങ്ങനെയുള്ള എല്ലാ സിനിമകൾക്കും ആശംസകൾ. എല്ലാവർക്കും നന്ദി, എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഔപചാരികമായി നന്ദി അറിയിക്കുകയാണ്. ടീം അള്ളിരാമേന്ദ്രന്റെ പേരിലും ടീം അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിന്റെ പേരിലും എന്റെയും ആഷിഖിന്റെയും വിലഹരിയുടെയും വ്യക്തിപരമായ പേരിലും കേരള ഫയർഫോഴ്സിന്റെ പേരിലും ഇവിടെ ഒന്നുകൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.